ഡിജിപോസിൻ്റെ റെസ്റ്റോറൻറ്റ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിൽ ഇനിഷ്യലി ഒരു യൂസർ ലോഗിൻ ഉണ്ട്. നമുക്കത് ഓരോ യൂസർക്കും സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഓരോ സ്റ്റാഫിനും സെപ്പറേറ്റ് ആയിട്ട് യൂസർ നെയിം, പാസ്വേഡ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ പെർമിഷൻസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ സ്റ്റാഫിനുള്ള യൂസർ നെയിം, പാസ്വേഡ് കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഏത് യൂസർ ഗ്രൂപ്പിലെ മെമ്പറാണെന്ന് കൊടുക്കാം. ആ യൂസർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അവർക്ക് വേണ്ട പെർമിഷൻസ്, അതായത് അവർ ബില്ല് എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ വേണോ, ഡിലീറ്റ് ചെയ്യാനുള്ള പെർമിഷൻ വേണോ, അവർക്ക് റിപ്പോർട്ട്സ് കാണാനുള്ള പെർമിഷൻ വേണോ, ഐറ്റത്തിൻ്റെ പ്രൈസ് മാറ്റാനോ അല്ലെങ്കിൽ പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. അതേപോലെ ഇതിൽ മാസ്റ്ററിലാണ് നമുക്ക് ക്രിയേഷൻസ് എല്ലാം വരുന്നത്. പുതിയ ഐറ്റം, സപ്ലയർ, കസ്റ്റമർ, ടേബിള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. നമുക്കൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഐറ്റത്തിൻ്റെ പേര് കൊടുക്കാം. ഏത് കാറ്റഗറിയിൽ വരുന്നതെന്ന് ഇവിടെ കൊടുക്കാൻ പറ്റും. കൂടാതെ ഇതിൻ്റെ പ്രൈസ് എത്രയാണ്, അതേപോലെ MRP കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ബാക്കി റുപ്പീസ് ഇത് നമ്മളുടെ റെഫറൻസ് ഡിസ്കൗണ്ട് ആയിട്ട് ബില്ലിൽ വന്നോളും. പിന്നെ ടാക്സ് ഇൻക്ലൂസീവ് ആണെന്നുള്ള കൊടുക്കാം. HSM കോഡുള്ള GST ഉള്ള സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ HSM കോഡ്, ടാക്സും കാര്യങ്ങളും കൊടുക്കാം. കൂടാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒരു കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ബീവറേജ് പ്രൊഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, പെപ്സി, കോക്കോള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാർകോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാർകോഡ്, ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ കൊടുക്കാൻ പറ്റും. അതേപോലെ വെയിങ് മെഷീൻ പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ ബേക്കറി പ്രൊഡക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ PLU കൊടുത്ത് വെയിങ് മെഷീനുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. കൂടാതെ നമുക്ക് ഐറ്റം കൂടാതെ ടേബിള്, റെസിപ്പി മാനേജ്മെൻ്റ് ഇവിടെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സർവീസ് ചാർജ് കാര്യങ്ങൾ, അതായത് AC, non-AC ഒക്കെ സെപ്പറേറ്റ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതേപോലെ റെസിപ്പി മാനേജർ നമുക്ക് ഒരു പ്രൊഡക്റ്റ്, അതായത് ഒരു ബിരിയാണി പോലെ ഒരു ഐറ്റംസ് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് അതിന് എന്ത് കോസ്റ്റ് ആവും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് എന്തൊക്കെ റോ മെറ്റീരിയൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്, അതിൻ്റെ എത്ര ക്വാണ്ടിറ്റി വേണം, എത്ര കോസ്റ്റ് ആവും, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ബില്ല് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് പോസ്റ്റ് വിൻഡോയിലാണ് നമ്മൾ ബില്ല് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് പോസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. കൂടാതെ ട്രാൻസാക്ഷൻ നമുക്ക് ഈ വിൻഡോസ്, ഈ വോച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ബില്ലിംഗ് സ്ക്രീൻ വരുന്നത്. ഇതിൽ നമുക്ക് പല രീതിയിൽ ബില്ല് ചെയ്യാൻ പറ്റും. ഒന്ന് ഡയറക്റ്റ് ബില്ല്, അതായത് ഒരു കസ്റ്റമർ വന്നു, അത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മളിവിടെ കാറ്റഗറി സെലക്ട് ചെയ്യുന്നു, ഐറ്റം സെലക്ട് ചെയ്യുന്നു, നേരെ ബില്ലായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഡൈനിങ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ടേബിൾ 2 വന്നു, നമ്മളിവിടെ K2 എന്നുള്ള സെലക്ട് ചെയ്യുന്നു. അവരിപ്പം എന്തൊക്കെ ഐറ്റമാണോ ഓർഡർ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഐറ്റത്തിൽ തന്നെ വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ സേവ് ചെയ്യുമ്പോഴത്തേക്ക് ആ ടേബിളിലോട്ട് കയറ്റി പോയി. ഇനി ടേബിൾ 5 ആൾ വേറെ ഓർഡർ വന്നു, അവിടെ വേറെ 2 ഐറ്റം നമ്മൾ കയറ്റി കൊടുത്തു. ആ സമയത്തായിരിക്കും ടേബിൾ 2 വീണ്ടും ഓർഡർ വരുന്നത്. നമ്മൾ എന്താണോ ഐറ്റം അവർ ഓർഡർ വന്നത് അത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമ്മൾ സേവ് ചെയ്യുമ്പോഴത്തേക്ക് അത് കിച്ചണിലോട്ട് പോകുന്നു. ഇനി ടേബിൾ 2 ബില്ലെടുക്കേണ്ട സമയത്ത് നമുക്കിവിടെ ബിൽ എന്നുള്ള സെലക്ട്, POS എന്നുള്ള സെലക്ട് ചെയ്യാം. ടേബിൾ 2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്ന KVTയുടെ നമ്പേഴ്സ് എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നേരെ ബില്ലാക്കാൻ പറ്റും. അത് ബില്ല് ചെയ്യുന്ന കൂടാതെ നമുക്കിപ്പോൾ നേരെ ബില്ല്, കസ്റ്റമർക്ക് ബില്ല് കൊടുത്തതിന് ശേഷം പിന്നെ ആയിരിക്കും നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പം നമ്മളിവിടെ പെൻഡിങ് ബില്ലിൽ വന്നു കഴിഞ്ഞാൽ നിലവിൽ പെൻഡിങ് നിൽക്കുന്ന ബില്ലുകൾ, അതായത് ബില്ല് പ്രിൻ്റ് കസ്റ്റമർക്ക് കൊടുത്തു പക്ഷേ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള ബില്ലുകളെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യും. നമുക്ക് ആ ബില്ല് സെലക്ട് ചെയ്തിട്ട് കസ്റ്റമർ തന്ന എമൗണ്ട് കൊടുക്കാം. അത് ക്യാഷാണോ UPI ആണോ എന്താണെന്ന് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കൊടുത്തു കഴിഞ്ഞ് ക്ലോസ് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ആ ബില്ല് പെൻഡിങ് ലിസ്റ്റിൽ നിന്ന് പോയിക്കോളും. അപ്പം ഈ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ ബില്ല് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ എമൗണ്ട് കിട്ടാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതേപോലെ ടേബിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ടേബിളിൽ ഓർഡർ ഉണ്ട്, ഏതൊക്കെ പെൻഡിങ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ അറിയാൻ പറ്റും. കൂടാതെ അതിൻ്റെ പ്രിൻ്റ് സെറ്റിങ്സ്, ഏതൊക്കെ പ്രിൻ്ററിലോട്ട് പോകണം, കിച്ചണിൽ വേറെ സെപ്പറേറ്റ് പ്രിൻ്റാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. കിച്ചൺ തന്നെ മൾട്ടിപ്പിൾ കിച്ചൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കൂൾ ഡ്രിങ്ക്സ് ഒരു സ്ഥലത്തായിരിക്കും, അറബിക്ക് വേറൊരു പോർഷൻ ആയിരിക്കും, അങ്ങനെയെങ്കിൽ നമുക്ക് പല പല പ്രിൻറ്റേഴ്സ് സെറ്റ് ചെയ്യാനും കാറ്റഗറി വൈസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ബില്ല് ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി പോസ് കൂടാതെ നമുക്ക് പർച്ചേസ്, ഡെലിവറി നോട്ട്, റെസീറ്റ് നോട്ട്, റെസീറ്റ്, പേയ്മെൻറ്റ്, കോൺട്രാക്ട് ജേണൽ, അക്കൗണ്ട്സിൻ്റെ എല്ലാ എൻട്രീസും നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റിപ്പോർട്ട്സ്, സെയിൽസിൻ്റെ എല്ലാ റിപ്പോർട്ട്സുകളും ഐറ്റം വൈസ്, കസ്റ്റമർ വൈസ്, ഓരോ ഒന്നിൽ കൂടുതൽ കൗണ്ടർ ഉണ്ടെങ്കിൽ കൗണ്ടർ വൈസ്, പിന്നെ ക്യാൻസൽ ബില്ലുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട്സ്, ഓരോ കാറ്റഗറി വൈസ് സെയിൽസ്, പിന്നെ ഡേ വൈസ്, ടൈം വൈസ് ഒക്കെ നമുക്ക് റിപ്പോർട്ട്സുകൾ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. സെയിൽസിൻ്റെ ഉണ്ട്, പർച്ചേസിൻ്റെ ഉണ്ട്, അതേപോലെ സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട്സ്, അക്കൗണ്ട്സ് റിപ്പോർട്ട്സ്, നമുക്കിപ്പം ക്രെഡിറ്റ് സൈഡിലെ ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സിൻ്റെ എല്ലാ റിപ്പോർട്ട്സും, റിട്ടേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട്സ്, റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ്സിൻ്റെ റിപ്പോർട്ട്, GST ഫയൽ ചെയ്യാൻ വേണ്ട റിപ്പോർട്ട്സുകൾ, അതേപോലെ അക്കൗണ്ട്സിൽ ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാം നമ്മുടെ അക്കൗണ്ട്സിലും അവൈലബിൾ ആണ്. ഇത് കൂടാതെ നമുക്ക് 2 ഓപ്ഷൻസ് ഉള്ളത്, ഒന്ന് ഓർഡർ ലിസ്റ്റാണ്. അതായത് ഇൻ കേസ് ചില സ്ഥലങ്ങളിലൊക്കെ കസ്റ്റമർ വന്ന് ഓർഡർ തരുന്ന സമയത്ത് തന്നെ ടോക്കൺ ജനറേറ്റ് ആകുകയും പിന്നെ ആ ടോക്കൺ എഗനിസ്റ്റ്
ആ ടോക്കൺ റെഡിയാക്കി കഴിയുമ്പോൾ കസ്റ്റമർക്ക് അനൗൺസ് ചെയ്തിട്ട് നമുക്ക് ഐറ്റം ഡെലിവറി ചെയ്യുന്ന ഒരു സിസ്റ്റം. ആവശ്യമെങ്കിൽ നമുക്കത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ കിച്ചൺ ഡിസ്പ്ലേ, നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ഓർഡർ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കിച്ചണിലെ ഡിസ്പ്ലേയിൽ ഒരു സിസ്റ്റം വെച്ചിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യും. അത് റെഡിയാക്കി കഴിയുമ്പോൾ കൺഫേം ചെയ്യുന്ന ഓപ്ഷൻസ് നമുക്ക് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ വരുന്നത്. ഇൻഡെപ്ത് ആയിട്ട് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് പറഞ്ഞു പോയിട്ടുള്ളത്.